ഇസ്ലാമാബാദിലെ GHQ വിറയ്ക്കുകയാണ്. പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വന്തം മണ്ണിൽ വളർത്തിയെടുത്ത താലിബാൻ ഇന്ന് പാകിസ്ഥാന്റെ അന്തകനായി മാറിയിരിക്കുകയാണ്. കാബൂളിലും കാന്തഹാറിലും പാക് വിമാനങ്ങൾ ബോംബ് വർഷിക്കുമ്പോൾ അഫ്ഗാൻ താലിബാന്റെ ചാവേറുകൾക്ക് പാക് അതിർത്തികൾ ഓരോന്നായി പിഴുതെറിയുകയാണ്. ഇനി ചർച്ചകളില്ല, തോക്കുകൾ സംസാരിക്കും. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പ്രഖ്യാപിക്കുമ്പോൾ താലിബാൻ തിരിച്ചു ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: നിങ്ങളുടെ സൈനികരുടെ 55 മൃതദേഹങ്ങൾ ഇവിടെയുണ്ട്. ഇത് മതിയോ അതോ ഇനിയും വേണോ? ബലൂചിസ്ഥാൻ കത്തുന്നു, സിന്ധ് കലാപത്തിലാണ്, പഷ്തൂണുകൾ ആയുധമെടുത്തിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യം ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടുകയാണ്. ഈ മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പങ്കെന്താ? അസീം മുനീർ എന്ന സൈനിക മേധാവിയുടെ ഏറ്റവും വലിയ പരാജയമാണോ ഇത്? എല്ലാം നഷ്ടപ്പെട്ട് പാകിസ്ഥാൻ മുട്ടുമടക്കുന്ന ഈ നിമിഷം എന്തുകൊണ്ടാണ് ഈ അയൽക്കാർ ഇങ്ങനെ കടിച്ചു കീറുന്നത്? അതിന് കാരണം ബ്രിട്ടീഷുകാർ അവശേഷിപ്പിച്ചു പോയ ഡ്യൂറൻസ് ലൈനാണ്. 2640 കിലോമീറ്റർ നീളമുള്ള ഈ അതിർത്തി പഷ്തൂൺ വംശജരെ രണ്ടായി വിഭജിച്ചു. പകുതി പേർ അഫ്ഗാനിസ്ഥാനിലും പകുതി പേർ പാകിസ്ഥാനിലും. അഫ്ഗാൻ താലിബാൻ ഈ അതിർത്തിയെ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ അവിടെ മുള്ളുവേലി കെട്ടാൻ നോക്കുമ്പോൾ താലിബാൻ അത് പീരങ്കി കൊണ്ട് തകർക്കുന്നു. അസീം മുനീർ വിചാരിച്ചത് താലിബാനെ ഭീഷണിപ്പെടുത്തി ഒതുക്കാമെന്നാണ്. എന്നാൽ അമേരിക്കയെ പോലും മുട്ടുകുത്തിച്ച താലിബാന് പാക് സൈന്യം ഒരു പുല്ലാണ്. പഷ്തൂണുകളെ ഒരുമിപ്പിച്ച് ലയേ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ അഫ്ഗാനിസ്ഥാൻ ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇത് നടന്നാൽ പാകിസ്ഥാന്റെ ഖൈബർ പക്തൂൺഖ്വ പ്രവിശ്യ പാകിസ്ഥാനിൽ നിന്നും വേർപെടും. അതായത് പാകിസ്ഥാന്റെ 1/3 ഭൂമി അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാകും. ജനറൽ അസീം മുനീർ പാകിസ്ഥാന്റെ സർവാധിപതി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നയാൾ ഇന്ന് അദ്ദേഹം ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറുകയാണ്. പാക് സൈന്യം ഇതുവരെ നേരിട്ടുള്ള യുദ്ധങ്ങളിൽ ഇന്ത്യയോട് തോറ്റിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സ്വന്തം അതിർത്തിയിൽ ഒരു ഗറില്ല സൈന്യത്തോട് തോറ്റുകൊണ്ടിരിക്കുന്നു. കാബൂളിലെ താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് പറയുന്നത് കേൾക്കുക: ഞങ്ങൾ അതിർത്തിയിൽ ലേസർ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാക് സൈനികരുടെ ഓരോ നീക്കവും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. കുനാർ പ്രവിശ്യയിൽ മാത്രം 5 പാക് ഔട്ട് പോസ്റ്റുകൾ താലിബാൻ പിടിച്ചെടുത്തു. 40 സൈനികരെ കൊന്നു തള്ളി. പാകിസ്ഥാൻ ഇതിന് പകരം വീട്ടാൻ വ്യോമാക്രമണം നടത്തി. പക്ഷേ താലിബാൻ അവകാശപ്പെടുന്നത് അവർ ഒരു പാക് യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്നാണ്. ഇത് പാക് സൈന്യത്തിന്റെ മനോവീര്യം തകർത്തിരിക്കുന്നു. വിദേശത്തു നിന്നും കടം വാങ്ങിയ വിമാനങ്ങളും ആയുധങ്ങളും ഒരു തീവ്രവാദി സംഘത്തിന് മുന്നിൽ പരാജയപ്പെടുന്നത് ജനറൽ അസീം മുനീറിനെ സൈന്യത്തിനുള്ളിൽ തന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് പാകിസ്ഥാൻ 3ആയി പിളരുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഒന്നാമത് ബലൂചിസ്ഥാൻ, പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യ. ഇവിടുത്തെ ജനങ്ങൾ പാകിസ്ഥാനെ വെറുക്കുകയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ താലിബാനുമായി രഹസ്യധാരണയിലാണെന്ന റിപ്പോർട്ടുകളുണ്ട്. പാക് സൈന്യം അഫ്ഗാൻ അതിർത്തിയിൽ കുടുങ്ങുമ്പോൾ ബലൂചിസ്ഥാനിൽ സ്വതന്ത്ര സമരം ആളിപ്പടരും. ചൈനയുടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഇവിടെയാണ്. പാകിസ്ഥാൻ തകർന്നാൽ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി മാറും. 2, സിന്ധ്. കറാച്ചി അടക്കമുള്ള സിന്ധ് മേഖലയിലും പാക് വിരുദ്ധ വികാരം ശക്തമാണ്. സിന്ധുദേശ് ലിബറേഷൻ ആർമി പോലെയുള്ള സംഘടനകൾ സജീവമാകുന്നു. 3, പഷ്തൂണിസ്ഥാൻ. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ അഫ്ഗാനിസ്ഥാനോട് ചേരും. അതായത് ബാക്കി ഉണ്ടാവുക ആകെ പഞ്ചാബ് പ്രവിശ്യ മാത്രമായിരിക്കും. ഇതാണ് പാകിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥ. സ്വന്തം ജനതയുടെ പട്ടിണി മാറ്റാൻ കഴിയാത്ത ഭരണകൂടം യുദ്ധത്തിനിറങ്ങുമ്പോൾ അത് ആ രാജ്യത്തിന്റെ അന്ത്യം കുറിക്കും. ഈ യുദ്ധത്തിനിടയിൽ ഇന്ത്യ എവിടെ നിൽക്കുന്നു? ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ സംഭവങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. പാകിസ്ഥാൻ ഭീകരവാദികളെ വളർത്തുന്നത് മറ്റ് രാജ്യങ്ങളെ തകർക്കാനാണ്. പക്ഷെ ഇപ്പോൾ ആ പാമ്പുകൾ അവരെ തന്നെ കൊത്തുന്നു. ഇതായിരുന്നു ഇന്ത്യയുടെ എക്കാലത്തെയും നിലപാട്. ഇന്നത് സത്യമായിരിക്കുന്നു. തന്ത്രപരമായ സഹായം ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ വികസനത്തിന് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടുണ്ട്. സൽമാ ഡാം, പാർലമെന്റ് മന്ദിരം തുടങ്ങിയവ. താലിബാൻ വന്നപ്പോഴും ഇന്ത്യ അഫ്ഗാൻ ജനതയെ കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ താലിബാൻ ഭരണകൂടത്തിന് ഇന്ത്യയോട് ഒരു ബഹുമാനമുണ്ട്. ഇത് പാകിസ്ഥാനെ വിറളി പിടിപ്പിക്കുകയാണ്. പാക് സൈന്യം പടിഞ്ഞാറൻ അതിർത്തിയിൽ താലിബാനുമായി യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ വലിയ ആധിപത്യം ലഭിക്കും. പാക് സൈന്യത്തിന് ഒരേ സമയം 2 അതിർത്തികളിൽ യുദ്ധം ചെയ്യാനുള്ള ശേഷിയുമില്ല. അസീം മുനീറിന് ഇപ്പോൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനും കഴിയില്ല. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സഹായി ചൈനയാണ്. പക്ഷെ പാകിസ്ഥാൻ ഇത്രയും അസ്ഥിരമാകുമ്പോൾ തങ്ങളുടെ പണം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് ചൈന കൈമലർത്തുകയാണ്. ഇത് ഇന്ത്യക്ക് ആഗോളതലത്തിൽ വലിയൊരു വിജയമാണ്. ലോകം ഇപ്പോൾ ഗസയിലെയും ഉക്രൈനിലെയും യുദ്ധങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ ദക്ഷിണേഷ്യയിലെ ഈ സംഘർഷം അതിനേക്കാൾ അപകടകരമാണ്. പാകിസ്ഥാന്റെ കയ്യിൽ അണുബോംബുകളുണ്ട്. രാജ്യം തകരുകയാണെന്ന് കണ്ടാൽ ഈ ആയുധങ്ങൾ താലിബാന്റെയോ മറ്റ് തീവ്രവാദി ഗ്രൂപ്പുകളുടെയോ കയ്യിൽ എത്തുമോ എന്ന ഭീതിയിലാണ് അമേരിക്കയും യൂറോപ്പും. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ അസീം മുനീറിന്റെ ധാർഷ്ട്യം കാരണം പരാജയപ്പെട്ടു.
താലിബാൻ സൈനിക മേധാവിയായ ഖാരി ഫസീഹുദ്ദീൻ ഫിത്രത്ത് തന്റെ പടയാളികളോട് പറഞ്ഞിരിക്കുന്നത് അന്ത്യം വരെ പോരാടാനാണ്. പാകിസ്ഥാൻ ഇപ്പോൾ IDF ഗസയിൽ ചെയ്യുന്നത് പോലെ വ്യോമാക്രമണം നടത്തുന്നുണ്ടെങ്കിലും താലിബാന് നഷ്ടപ്പെടാനായി ഒന്നുമില്ല. അവർക്ക് മരണം ഒരു പുണ്യമാണ്. പക്ഷെ പാക് സൈനികർക്ക് അതല്ല അവസ്ഥ. എന്തായാലും നമ്മളൊരു പുതിയ ഭൂപടം കാണാൻ തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. അസീം മുനീറും ഖ്വാജ ആസിഫും ചേർന്ന് പാകിസ്ഥാനെ ഒരു അഗാധമായ കുഴിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. താലിബാൻ തുടങ്ങി വെച്ച ഈ നീക്കം ബലൂചിസ്ഥാനിലും സിന്ധിലും പടരുമ്പോൾ പാകിസ്ഥാൻ മൂന്നായി പിളരുന്നത് അനിവാര്യമായി മാറുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ജാഗ്രതയുടെ സമയമാണ്. അയൽ രാജ്യം കത്തുമ്പോൾ അതിന്റെ തീപ്പൊരികൾ ഇങ്ങോട്ട് വരാതെ നമ്മൾ നോക്കണം. പാകിസ്ഥാൻ എന്ന പരാജയപ്പെട്ട രാഷ്ട്രം അതിന്റെ അവസാന അധ്യായത്തിലേക്ക് തീർച്ചയായും കടക്കുകയാണ്. ഈ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനിലെ ചില കോണുകളിൽ നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയാണോ എന്ന്. ഇതിന് പിന്നിൽ നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങളാണോ എന്ന്. ചിലർ ആരോപിക്കുന്നു ഇന്ത്യയാണ് താലിബാനെയും ബലൂച്ച് പോരാളികളെയും ഇളക്കി വിടുന്നതെന്ന്. എന്നാൽ ഈ ആരോപണം ഉന്നയിക്കുന്നവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ, മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ആ ഒരു ചെന്നായ ബുദ്ധിയോ ഗതികേടോ ഈ ഭാരതത്തിനില്ല. സമാധാനത്തിന്റെയും അഹിംസയുടെയും മണ്ണാണ് ഭാരതം. അയൽ രാജ്യങ്ങൾ സമാധാനമായി ഇരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചരിത്രത്തിന്റെ ചില ഏടുകൾ മറിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് ഭാരതം ചെയ്തതല്ല, മറിച്ച് കാലം കാത്തുവെച്ച കാവ്യനീതി മാത്രമാണ്. പാകിസ്ഥാൻ വർഷങ്ങളോളം ഈ ലോകത്തിന് നൽകിയത് എന്താണ്? ഭീകരവാദവും രക്തച്ചൊരിച്ചിലും നുഴഞ്ഞുകയറ്റങ്ങളും. ആരാണ് താലിബാനെ പാലൂട്ടി വളർത്തിയത്? അയൽക്കാരന്റെ വീട്ടിൽ തീയിടാൻ ആയുധവും പണവും നൽകിയവർക്ക് ഇന്ന് സ്വന്തം വീട്ടിലേക്ക് ആ തീ പടരുന്നത് കണ്ട് വാവിട്ട് കരയാനേ യോഗമുള്ളൂ. മറ്റൊരാൾക്ക് വേണ്ടി കുഴിച്ച കുഴിയിൽ വീഴുന്നത് ആരെന്ന് നമ്മൾ നേരിട്ട് കാണുകയാണ്. ഭാരതം ഒരിക്കലും ആരെയും ആക്രമിച്ചിട്ടില്ല. എന്നാൽ ഭാരതത്തിന്റെ മണ്ണിൽ ചോര വീഴ്ത്തിയപ്പോൾ അത് ചെയ്തവരുടെ താവളങ്ങളിൽ കയറി തിരിച്ചടിക്കാൻ നരേന്ദ്രമോദിയുടെ ഭാരതം മടിച്ചിട്ടില്ല. ഇത് ലോകം കണ്ടതാണ്. ഇന്ന് അതിർത്തിയിൽ പാകിസ്ഥാൻ തകർന്നടിയുമ്പോൾ ഭാരതത്തിന് കൈകഴുകി നിൽക്കാം. കാരണം ഇന്ന് ഞങ്ങൾ തുടങ്ങി വെച്ച യുദ്ധമല്ല. നിങ്ങൾ നട്ടുനനച്ച വിഷവൃക്ഷം ഇന്ന് ആപ്പിൾ നൽകുന്നതിന് പകരം ബോംബുകൾ വർഷിക്കുന്നു എന്ന് മാത്രം. ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ വിശ്വഗുരുവാണ്. യുദ്ധത്തെക്കാൾ സമാധാനത്തിന് പ്രാധാന്യം നൽകുന്ന രാജ്യം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വരെ നമ്മുടെ പതാക പാറിക്കുമ്പോൾ അപ്പുറത്ത് അയൽക്കാർ അതിർത്തിയുടെ പേരിൽ തമ്മിൽ തല്ലി ചാവുകയാണ്. ജനറൽ അസീം മുനീർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയത് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെയാണ്. ആ പോരാട്ടം ഇപ്പോൾ നിങ്ങളെ മൂന്നായി പിളർത്തുന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാനിലെയും സിന്ധിലെയും പാവപ്പെട്ട ജനതയുടെ ശാപം പാക് ഭരണകൂടത്തെ വേട്ടയാടുകയാണ്. ഇന്ത്യയെ തകർക്കാൻ കോടികൾ ചിലവാക്കിയ പാകിസ്ഥാൻ ഇന്ന് സ്വന്തം സൈനികർക്ക് ഭക്ഷണം നൽകാൻ പോലും വകയില്ലാതെ അലയുകയാണ്. ഇന്ത്യ ഇന്ന് ആഗോള സാമ്പത്തിക ശക്തിയായി കുതിക്കുമ്പോൾ പാകിസ്ഥാൻ ഭൂപടത്തിൽ നിന്നും മായുമോ എന്ന പേടിയിലാണ്. ഭാരതത്തിന് ആരോടും പകയില്ല. പക്ഷെ ഭാരതത്തെ തൊട്ടവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇത് ചരിത്രം തെളിയിച്ചിരിക്കുന്നു. ഇതിന് നിങ്ങൾക്ക് മോദിയുടെ തന്ത്രം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രകൃതിയുടെ നീതി എന്ന് വിളിക്കാം. ഏതായാലും ഒന്നുറപ്പാണ്, അധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു രാജ്യത്തിനും അധികകാലം നിലനിൽപ്പില്ല. പാകിസ്ഥാൻ ഇന്ന് അനുഭവിക്കുന്നത് അവരുടെ കർമ്മഫലമാണ്. സമാധാനവും സുരക്ഷയും കാക്ഷിക്കുന്ന ഭാരതീയർ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത് ഇത്ര മാത്രം: ഭാരതം സുരക്ഷിതമായ കൈകളിലാണ്. നമ്മുടെ അതിർത്തികൾ കാക്കാൻ കരുത്തരായ സൈനികർ, ആർജവമുള്ള നേതൃത്വവുമുണ്ട്. ആ ഒരൊറ്റ ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ യുദ്ധം ഒരു പാഠമാണ്. ഭീകരവാദത്തെ തുണയ്ക്കുന്നവർക്ക് കാലം നൽകുന്ന തിരിച്ചടി. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.